ഇത് ഞാൻ അടച്ചിട്ടാണല്ലോ പോയത്. ഇനി പോവാനുള്ള ധൃതിയിൽ അടയ്ക്കാൻ മറന്നതാണോ? ഇതാ മേനോനെങ്കിലും ഫാമിലിയാണല്ലോ. ഈ ഫോട്ടോ ഇങ്ങനെ ഇവിടെ എത്തി? കാറ്റത്ത് പറന്നു വന്നതാണോ? അങ്ങനെ വരാൻ വഴിയില്ല. പിന്നെ ആരും കൊണ്ടിട്ടു? ഇനി ഇതിനകത്ത് ആരെങ്കിലും? ഇതാരുടെയാണെന്ന് അറിയാമോ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ചേട്ടന്റെ മരുമകന്റെ. എന്റെ താമസ സ്ഥലത്ത് എങ്ങനെ എത്തി? ഞാൻ ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ ജോലി തിരക്ക് കാരണം കഴിഞ്ഞില്ല. നാട്ടിൽ വളരെ നല്ല സെറ്റപ്പ് ജീവിച്ചവനാ എന്റെ മരുമകൻ പയ്യൻ. കടം കയറി കുത്തുവാള എടുത്തപ്പം ഇങ്ങ് ടെറസിലേക്ക് പോന്നു. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടും ഇവിടെ ആൾത്താമസമില്ലായിരുന്നുകൊണ്ടും കുഞ്ഞിന്റെ അനുവാദം കൂടാതെ ഞാൻ ഈ താക്കോല് കൊടുത്തു. ക്ഷമിക്കണം. കക്ഷി ഒരു പ്രത്യേക ടൈപ്പാണെന്ന് തോന്നുന്നു. എന്താ അങ്ങനെ തോന്നാൻ കാരണം? നിങ്ങൾ ഇവിടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ആകെ അലങ്കോലമായി കിടന്ന ഇവിടെ ഒക്കെ ഇപ്പൊ നീറ്റായി. ഐ എം വെരി ഹാപ്പി. ആശ്വാസമായി. ഞാൻ കരുതി മോൾ എന്നെ വഴക്ക് പറയാൻ വിളിച്ചാണെന്ന്. അല്ല, സ്വന്തം സ്ഥലത്ത് ആരെങ്കിലും പബ്ലിക്കായിട്ട് ട്രസ് പാസ് ചെയ്താൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ഞാനായിരുന്നു മറ്റേ കരണക്കുറ്റി അടിച്ച് പോവച്ചേനെ. ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. അതിന്റെ ആവശ്യമില്ല. ഞാനില്ലാത്തപ്പോ അയാൾ ഇവിടെ താമസിച്ചോട്ടെ. பாத்தீங்களா சேட்டா, உங்க மருமக பிள்ளை எத்தனை நல்ல ஆளுன்னு. എന്തൊക്കെയാലും അവൻ എന്റെ മരുമകനല്ലേ, ആ ഗുണം കാണാതിരിക്കില്ല. അതെ അതെ. അതെ അതെ. ഹലോ ഹലോ ഹലോ. ആ ഹലോ ഹലോ ഹലോ. ആരാ? താങ്ക്സ്. എന്തിന്? ഞാനേ താങ്കളുടെ ഫ്ലാറ്റിൽ താമസിച്ച ആളാ. ഓ, ശേഖരേട്ടന്റെ റിലേറ്റീവ്. പറയൂ. ഞാൻ നന്ദി പറഞ്ഞ തൃപ്ത. അന്നെ വിളിക്കാൻ വിരോധമില്ലല്ലോ? നോ, പേര് വിളിക്കാനുള്ളതല്ലേ. എന്നെ താമസിക്കാൻ അനുവദിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കും വളരെ സന്തോഷം. താങ്കൾ ഇന്ത്യയുടെ ഡെക്കറേഷൻ പഠിച്ചിട്ടുണ്ടോ? എന്തേ അങ്ങനെ ചോദിക്കാൻ? അലങ്കോലപ്പെട്ട് കിടന്ന എന്റെ ഫ്ലാറ്റ് ഒക്കെ അലങ്കരിച്ച് വൃത്തിയാക്കിയതുകൊണ്ട് ചോദിച്ചതാ. അതൊരു രസത്തിനേതല്ലേ? താമസിക്കാൻ ഒരാൾ സൗജന്യം ചെയ്തു വരുമ്പോൾ പ്രത്യുപകാരം ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. താങ്ക് യു. എന്റെ വാർത്ത കാണാറുണ്ടോ? ഇന്നലെ കണ്ടിരുന്നു. എനിക്ക് ഒന്ന് രണ്ട് അഭിപ്രായം പറയാനുണ്ട്. പറയട്ടെ? പറഞ്ഞോളൂ. തൃപ്തിക്ക് ചുരിദാർ അത്ര ചേരുന്നില്ലെന്നാണ് എന്റെ അഭിപ്രായം. സാരിയാണ് നല്ലത്. ഡൽഹി ദൂരദർശനിലെ ന്യൂസ് ലീഡർമാർ ചിലവര് വളരെ അട്രാക്റ്റീവായിട്ട് സാരിയെ കൊടുത്ത് അധികം മേക്കപ്പ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട്. അപ്പോ ആളത്ര പാവമൊന്നുമല്ല. സ്ത്രീകളെ നന്നായി വാച്ച് ചെയ്യുന്നുണ്ട്. അയ്യോ, ഞാൻ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമില്ലെങ്കിൽ പറയുന്നില്ല. ഹേയ്, പറഞ്ഞോളൂ. നമ്മുടെ കുറവുകൾ മറ്റൊരാളിനെ അറിയാനും പറയാനും പറ്റും. നിങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ നല്ല അഭിപ്രായങ്ങൾ പറയുന്നത്. പിന്നെ ഇന്നലെ കാതി കിടന്ന കമൽ നന്നായിരുന്നു. ആ ടൈപ്പാണ് തൃപ്തിയെ കൂടുതൽ ചേരുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളും അറിയാം. തൃപ്തന്റെ ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ ഒക്കെ കൊള്ളാം. പക്ഷെ ചില സമയത്ത് മലയാളത്തെ സാ ഒക്കെ ഷാ ആയിട്ട് മാറുന്നുണ്ട്. ശ്രദ്ധിക്കണം. അക്ഷരസ്ഫുടത ഉണ്ടായാലേ കേൾക്കാൻ സുഖം കാണും. ഓക്കെ, എന്തായാലും അടുത്ത വാർത്ത കേട്ടിട്ട് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പറയണം. തീർച്ചയായിട്ടും. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? പറയാം. പറഞ്ഞോളൂ. പിന്നെ പറയാം. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇറാഖിൽ ഗറില്ല ആക്രമണം തുടരുന്നു. കോൺഗ്രസ് റിപ്പോർട്ട് ഇന്ന് ചർച്ചയ്ക്ക് ആന്റണി എത്തും. കേരളത്തിൽ മഴ ശക്തമായി തുടരുന്നു. മരണം 112. വിഷ്ണു, ഇന്ന് എനിക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഏയ്, മുൻപ് കണ്ടതിനേക്കാളും ഒന്നും കൂടുതലില്ല. എന്നാലും ഒരു അല്പം ഗ്ലാമർ കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം.
അയ്യോ അതല്ല, മറ്റെന്തേലും പ്രത്യേകത? എന്റെ കണ്ണിലൊന്നും കാണുന്നില്ല, ഒന്നും തോന്നുന്നുമില്ല. എന്നാൽ എന്റെ മുഖത്തേക്ക് നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ആ, രണ്ട് ചെറിയ മുഖക്കുരു കാണുന്നുണ്ട്. പൊട്ടൻ മണ്ടൻ. ദേ ഇത് കണ്ടോ ഒരു കാക്കപ്പുള്ളി? ആഹാ, അപ്പൊ ഇതാണല്ലേ കാര്യം. ഞാൻ വിചാരിച്ചു വല്ല ഓവർ മേക്കപ്പ് ഇടുമ്പോ ഐബ്രോ മറ്റേ തട്ടി വീണ് മുഖത്ത് കുത്തായിന്ന. ആ, അപ്പൊ ഇതാണല്ലേ കാക്കയുടെ പുള്ളി. അല്ല, അതങ്ങനെ ഇവിടെ വന്നു? ഡാ നിന്നെ കളിയാക്കാണോ? ഒരിക്കലും അല്ല, എനിക്കത് ഇഷ്ടമല്ല. എന്നാലേ ഈ കാക്കപ്പുള്ളി എങ്ങനെ എന്റെ മുഖത്ത് വന്നെന്ന് ഞാൻ പറയട്ടെ. പറഞ്ഞോ. എന്റെ ഫ്ലാറ്റിന്റെ മുകളില് അവിടുത്തെ സെക്യൂരിറ്റിയുടെ ഒരു ബന്ധുവായി ചെറുപ്പക്കാരൻ താമസിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ഇല്ലാത്തതിന്റെ അന്ന് അയാൾ എന്റെ ഫ്ലാറ്റിൽ താമസിച്ചു. എന്റെ വാർത്ത ടിവിയിൽ കണ്ടതും സ്ക്രീനിൽ അയാൾ എന്റെ പടം വരച്ചു. ആ പടത്തില് അയാൾ ഇവിടെ എനിക്കൊരു കാക്കപ്പുള്ളി വരച്ചു. അത് കണ്ടിട്ടാ ഞാൻ ഇട്ടത്. കൊള്ളാം, നടക്കാത്ത കഥയാണെന്നേ ഉള്ളൂ. സത്യമായിട്ട് സംഭവിച്ചതാണോ? ആ, പടം വരച്ച ആളെങ്ങനെയാ? സുന്ദരനാ. തൃപ്തി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുണ്ട്. ഓ, കാണാത്ത ഒരാളിന് സൗന്ദര്യം ഉണ്ടോ ഇല്ലേ അങ്ങനെ അറിയും? സംസാരിക്കുമ്പോ അറിയാലോ. ഓ, അതൊരു അപാര കഴിവ് തന്നെയാ, സംസാരം കേട്ടാ സൗന്ദര്യം പിടികിട്ടുന്നത്. എന്നാലും നമുക്ക് ചിലരെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. വെല്ലോരിക്കും വേണ്ടി തൃപ്തന്റെ എന്നോട് ചൂടാന്തേ? അയാളെ തന്റെ കാമകനൊന്നല്ലോ. ഇനി ആളെ കോമണ് വരച്ചു വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? എന്തായാലും എനിക്ക് അയാളെ വലിയ ഇഷ്ടം. ആ, ഓക്കെ, സമ്മതിച്ചു. തന്റെ കഴിവ് നീട്ടിക്കേ. എന്തിനാ? നീട്ട്. പിടിച്ചോ. വലതും വേണ്ട, ഇടതും മതി. എന്റെ വലത് കൈക്ക് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോ ഇടത് കൈ മതി. ഭാഗ്യമുള്ള കയ്യാ. ഓ, അപ്പൊ കൈ നോക്കാൻ പോവാണോ? വിഷ്ണു ഇത് എവിടുന്നാ പഠിച്ചത്? അതൊക്കെ ഉണ്ട്, പിന്നെ പറഞ്ഞുതരാം. ആദ്യം കൈ ഒന്ന് ശരിക്കും നിവർത്തി പിടിക്ക്. ഇടത് കൈ നോക്കിയാണോ ഹസ്തരേഖാശാസ്ത്രം പറയുന്നേ? സ്ത്രീകൾക്ക് ഇടത് കൈയും പുരുഷന്മാർക്ക് വലതു കൈയാണ് ഫലം പറയേണ്ട കൈകൾ. രണ്ട് കൈയും ഒരുപോലെ അല്ലെന്നാണോ? ഫലം പറയുമ്പോ സൈലന്റ് ആയിട്ടിരിക്കണം. ഈ കൈക്ക് എന്താ? വളരെ വളരെ അപൂർവമായ രേഖകൾ നിറഞ്ഞാണ്. കുഴപ്പമുള്ളതാണോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടാവും. വിഷ്ണു എന്താ കാര്യം ഒന്ന് പറയാ. വളരെ വിചിത്രമായ ഒരു കല്യാണമാണ് തൃപ്തിക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതെന്താ അങ്ങനെ? അതങ്ങനെ തന്നെ. ഇനി ഞാൻ തന്നെ കെട്ടുന്ന ചെറുക്കനെ കുറിച്ച് പറയണോ? പറഞ്ഞോ. അല്ല, അത് പറഞ്ഞാലേ ഇനി വല്ല പ്രണയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെയൊന്നുമില്ല, പറഞ്ഞോ. വളരെ സുന്ദരനും സുമുഖനും സുശീലനുമായ ഒരാളാണ് തൃപ്തിയെ കെട്ടാൻ പോകുന്നത്. മെലിഞ്ഞിട്ടാണോ കറുത്തിട്ടാണോ? അതും പറയാം. പിന്നെ സൽമാൻ ഖാൻ അത്ര തടിയും അനിൽ കപൂർ അത്ര വെളുപ്പുള്ള ഒരാള്. ചുരുക്കി പറഞ്ഞ ഒരു അടിപൊളി പയ്യൻ.